ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കായ് വറുത്തത് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നൊരു വീഡിയോ എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പച്ചക്കായ് വേണം. അധികം പഴുക്കുകയും ചെയ്യരുത്, പാകത്തിന് ഇതുപോലെയുള്ള പച്ചക്കായ്കളാണ് എടുക്കേണ്ടത് ചിപ്സ് തയ്യാറാക്കാൻ. പച്ചക്കായിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ കളഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ശരിയാക്കിയെടുക്കണം. ഒറ്റ പച്ചത്തൊലിയൊന്നും ഉണ്ടാകരുത്, ഇതുപോലെ എല്ലാ തൊലിയും കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ 10 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ കൊണ്ട് നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ അരിയുന്ന ഇതിനെ കൊണ്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ കത്തി വെച്ചിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ എല്ലാം ഏതെങ്കിലും അങ്ങനെ ലെവലിൽ കിട്ടൂല, ഒരേ ഷേപ്പിലൊന്നും കിട്ടൂല. അപ്പോൾ ഇതിനെ കൊണ്ടാണെങ്കിൽ ഇതുപോലെ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് ചീകിയെടുക്കാം. എല്ലാം ഒരേ കനത്തിലായിരിക്കും ഇങ്ങനെ ഇതിനെ കൊണ്ട് ആക്കിയെടുത്താൽ. ഇനി ഒരു പാത്രത്തിൽ എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ മാത്രം നമ്മൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. ആദ്യം ഇതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഈ അരിഞ്ഞു വെച്ചതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് നല്ലോണം പിടിച്ച് വരുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ തിളച്ചതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ എണ്ണേനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഇത്ര എണ്ണയെല്ലാം മതി നമുക്ക് ഇത് ഫുള്ള് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതുപോലെ കുറച്ച് സമയം വെച്ചിട്ട് നല്ലോണം ഒന്ന് കായ് വറുത്താക്കിയെടുക്കുക. നല്ലൊരു കിലുകില് ഒരു ഒച്ച കേൾക്കും, അതുവരെ വറുത്തെടുക്കണം. അധികം കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാം എണ്ണയിനകത്തേക്ക് കുറച്ച് കുറച്ചിട്ട് ഇതുപോലെ ചിപ്സാക്കി എടുക്കണം. നമ്മളെ കായ് വറുത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ നല്ല ഫ്രഷായിട്ട് കായ് വറുത്ത പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.